ദേശചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടാൻ സഹായകമാണ് ഈ കുളത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ എന്നാണ് ഈ വിദ്യാലയം അറിയപ്പെടുന്നതെങ്കിലും ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്നുണ്ട്. ഈ വിദ്യാലയത്തിലെ ആദ്യത്തെ പ്രധാന അധ്യാപകൻ AK നാരായണൻ നമ്പ്യാർ ആയിരുന്നു. അതിനുശേഷം നിരവധി പേർ ഇവിടെ പ്രധാന അധ്യാപകരായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അമ്മുക്കുട്ടി ടീച്ചർ, ബീരാൻ മാസ്റ്റർ, അൻസാർ ബീഗം ടീച്ചർ തുടങ്ങിയവരും DEO ആയി റിട്ടയർ ചെയ്ത രഞ്ജിനി ടീച്ചറുമൊക്കെ ഈ നിരയിൽപ്പെടുന്നു. ഈ സ്കൂളിലെ അധ്യാപകനായിരുന്ന വള്ളത്തോൾ കൊച്ചുണ്ണി മാസ്റ്റർ ഈ വിദ്യാലയത്തിൽ തന്നെ പ്രധാന അധ്യാപകനായി. സുബൈദ ടീച്ചറാണ് ഇപ്പോഴത്തെ പ്രധാന അധ്യാപിക. ഇന്ന് ഈ വിദ്യാലയത്തിൽ 69 സ്റ്റാഫുകളുണ്ട്. പ്രശസ്ത എഴുത്തുകാരൻ KX ആന്റോ ഈ വിദ്യാലയത്തിലെ മലയാളം അധ്യാപകനായിരുന്നു. ത്തിലേറെ വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കുന്നു. ലാണ് ഈ വിദ്യാലയത്തിൽ ഹയർ സെക്കൻഡറി അനുവദിച്ചത്. അതോടെ ഈ വിദ്യാലയം തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷക്കീല ടീച്ചറാണ്. ഹയർ സെക്കൻഡറിക്ക് പ്രിൻസിപ്പാളിനെ നിയമിക്കുന്നതുവരെ ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകർക്കായിരുന്നു പ്രിൻസിപ്പാളിന്റെ ചുമതല. പിന്നീട് ഹയർ സെക്കൻഡറിക്ക് പ്രത്യേക പ്രിൻസിപ്പാളിനെ നിയമിച്ചു. ആദ്യത്തെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ മത്തായി മാസ്റ്ററായിരുന്നു. ചിത്രഭാനു മാഷും ഇന്ദിരാദേവി ടീച്ചറും സോമശേഖരൻ മാഷും പ്രിൻസിപ്പാൾമാരായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ചിട്ടയായ അധ്യയനം ഈ വിദ്യാലയത്തിന്റെ മുഖമുദ്രയാണ്. ഹയർ സെക്കൻഡറിയിൽ ഇവിടെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നിവ പഠിപ്പിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറിയിൽ ആകെ 19 സ്ഥിരം സ്റ്റാഫും 5 താൽക്കാലിക സ്റ്റാഫുമാണുള്ളത്. എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ലബോറട്ടറി ഇവിടെ പ്രവർത്തിക്കുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്കെല്ലാം ഒറ്റ ലാബാണുള്ളത്. 2001 ഈ ലാബിന്റെ പ്രവർത്തനം തുടങ്ങിയത്. ഹൈസ്കൂൾ വിഭാഗത്തിന് പ്രത്യേക ലബോറട്ടറിയുമുണ്ട്. ഇത് ലൈബ്രറി. അറിവിന്റെ അക്ഷയഖനി. 2000-ൽ പരം വിവിധ പുസ്തകങ്ങൾ ഈ ഗ്രന്ഥപുരയിലുണ്ട്. റഫറൻസ് ഗ്രന്ഥങ്ങളും അത്ര തന്നെയുണ്ട്. റീഡിംഗ് സൗകര്യവും ഈ അക്ഷര കൂടാരത്തിൽ കാണാം. അബ്ദുറഹിമാൻ മാഷാണ് ഈ ഗ്രന്ഥാലയത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. ഇതിനെല്ലാം ഉപരി ഫിലിം ക്ലബ്,
സയൻസ് ക്ലബ്, ഹിന്ദി ക്ലബ്ബ്, സോഷ്യൽ ക്ലബ്ബ്, ആർട്സ് ആൻഡ് സയൻസ് ക്ലബ്ബ് എന്നിവയുമുണ്ട്. കായിക രംഗത്ത് ഈ വിദ്യാലയം സജീവ ശ്രദ്ധ പതിപ്പിക്കുന്നു. സ്കൂളിന്റെ കായിക ചരിത്രവും അതാണ്. ബോബിലി, കുഞ്ഞിസേതു, ഹംസക്കുട്ടി, ഉഷ തുടങ്ങിയ ഒട്ടേറെ വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിന്റെ കായിക പ്രതിഭകളായിരുന്നു. 2007-2008 സ്കൂളിനു വേണ്ടി കളിച്ച സാദിഖ് അലിയെ ഇന്നും അഭിമാനത്തോടെ സ്മരിക്കുന്നു. എല്ലാ വർഷവും 5-ൽ കുറയാത്ത താരങ്ങളെ ഈ സ്കൂളിൽ നിന്നും ജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുക്കാറുണ്ട്. 2008-2009 അധ്യയന വർഷത്തിൽ ക്രിക്കറ്റ് രംഗത്ത് തിരൂർ വിദ്യാഭ്യാസ ജില്ലാ ചാമ്പ്യന്മാരായി. അതേ വർഷം 2 താരങ്ങൾ സ്റ്റേറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു.